ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ വിഷ്ണു യോഗ എന്നൊരു പുതിയ യോഗയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷ്ണു യോഗയിൽ കൂടി നമ്മുടെ ഉള്ളിൽ സ്വത്വമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവനായിരിക്കുന്ന ഭഗവാനെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ആ കണ്ടെത്തലിനെ ആണ് നമ്മൾ എൻലൈറ്റൻമെന്റ് അഥവാ ആത്മദർശനം എന്ന് പറയുന്നത്. ഈ ആത്മദർശനം അഥവാ എൻലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യോഗയിൽ കൂടെ 3 കൂട്ടം കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ 3 കൂട്ടം കാര്യങ്ങൾ ചേർന്നാൽ വിഷ്ണു യോഗമായി. അതിൽ ആക്ച്വലി 3 യോഗങ്ങളുടെ ഒരു സംഗമമാണ് വിഷ്ണു യോഗം. ഒന്നാമത്തേത് ഭക്തി യോഗം, രണ്ടാമത്തേത് കർമ്മയോഗം, മൂന്നാമത്തേത് ജ്ഞാനയോഗം. ഭക്തി യോഗത്തിന്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷനും ഒക്കെ ഞാൻ ആദ്യത്തെ ലെസണിൽ തന്നിരുന്നു. ഭക്തി ജ്ഞാനം കർമ്മത്തെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ. രണ്ടാമത്തെ ലെസണിൽ ഭക്തിയെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും കുറച്ചുകൂടെ വിശദമായി പറഞ്ഞു. മൂന്നാമത്തെ ലെസണിൽ ഭക്തിയുടെ പ്രയോജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഒരാൾ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നാണല്ലോ ആദ്യം നോക്കുന്നത്. അപ്പം ഭക്തിയുടെ പ്രയോജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺലിമിറ്റഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ നിമിഷം വരെ ഭക്തിയുടെ പ്രയോജനങ്ങൾ മാത്രമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉള്ളിലുള്ള ഭഗവാനെ ദർശിക്കാനും ജ്ഞാനം ലഭിക്കാനും എല്ലാവരെയും എന്നെപ്പോലെ തന്നെ സകലരെയും സ്നേഹിക്കാനും നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന വീഡിയോ സംപ്രേഷണം ചെയ്യാനും ഈ സെക്കൻഡ് വരെ നമ്മുടെ ഉപജീവനത്തിനായിട്ട് ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തുകൊണ്ട് ജീവിക്കാനും എനിക്ക് പ്രേരണ തരുന്ന ഈ ഭക്തി മാത്രമാണ്. അപ്പം ഭക്തിയുടെ നേട്ടങ്ങൾ അനന്തമാണെന്നേ പറയാൻ പറ്റുകയുള്ളൂ. അതിലെന്തായാലും എല്ലാവർക്കും പ്രയോജനപ്പെട്ട് ഒരു 26 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഇന്നലെ 13 പറഞ്ഞു തന്നു. ഇന്ന് കുറച്ചും കൂടെ നമുക്ക് പഠിക്കാം. എല്ലാം കൂടെ പറയുന്നില്ല, കാരണം ഒത്തിരി സമയം പോകുന്നുണ്ട്. കാരണം വീഡിയോ വലുതാവരുന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്നതും. അപ്പോൾ ഇന്ന് നമുക്കൊരു 5 പഠിക്കാം. അപ്പം 14ാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് ഭക്തിയിൽ കൂടി മാതാ പിതാ ഗുരു ദേശം ഈ ഭക്തികൾ നമുക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നു എന്നുള്ളതാണ്. അതായത് പ്രഥമ ഭക്തി, അതായത് പ്രൈമറി ഡിവോഷൻ എന്ന് പറയുന്നത് ഈശ്വരഭക്തിയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ളതാണ് മാതൃഭക്തി, പിതൃഭക്തി, ഗുരുഭക്തി, ദേശഭക്തി. അപ്പം ഇന്ന് മാതാവിനോടും പിതാവിനോടും ഗുരുവിനോടും ദേശത്തോടും ആരോടും മനുഷ്യന് ഭക്തിയില്ലെന്നുള്ളതാണ് സത്യം. സ്നേഹമില്ല. പണത്തിനോടും മറ്റു കാര്യങ്ങളോടുമാണ് മനുഷ്യന് സ്നേഹമുള്ളത്. അപ്പം ഇന്ന് മാതാപിതാക്കളെ മക്കൾ കൊണ്ടുപോയി വൃദ്ധാശ്രമങ്ങളിലാക്കുന്നു. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരോട് സ്നേഹമില്ല, അതായത് ഭക്തിയില്ല. നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഉള്ളിൽ ഒരാളിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ഒന്നും ശരിയല്ല, ഇങ്ങനെ നമ്മൾ ദോഷം ചെയ്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാപം ചെയ്ത പെറ്റുവളർത്തിയ അമ്മയെ അച്ഛനെ ഉപേക്ഷിക്കുന്നത് ഒരു പാപമാണെന്നൊരു ബോധ്യപ്പെട്ടാൽ, ഇല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടുമെന്നുള്ള ബോധ്യം ഉണ്ടായാൽ ഒരിക്കലും ഒരു മകനോ മകളോ അമ്മയും അച്ഛനെ കൊണ്ട് വൃദ്ധാശ്രമത്തിൽ വെക്കുകയില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ഭക്തിയിൽ കൂടി നമുക്ക് മാതാപിതാ ഗുരു ദേശഭക്തി ഉണ്ടാവുന്നു. അടുത്തത് 15ാമത്തേത് ഭക്തനും ഭഗവാനും നരനും നാരായണനും മാനവനും മാധവനും ഒന്നാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകുന്നു. 16ാമത്തേത് മനുഷ്യനെ ധർമ്മമാർഗത്തിൽ കൂടെ ജീവിക്കാൻ ഭക്തി പ്രേരിപ്പിക്കുന്നത്. ലോകത്തിൽ അധർമ്മമാണ് നടക്കുന്നത്, അധർമ്മത്തിന്റെ പിടിയിലാണ് ലോകം. 67% ലോകരും അധർമ്മികളാണ്. അക്രമവും കൊലപാതകവും ബലാത്സംഗവും അനീതി അന്യായമാണ് ഈ ലോകത്ത് നടക്കുന്നത്. 17ാമത്തേത് ഭക്തിയിൽ കൂടി നമ്മുടെ സകല സംശയങ്ങളും ദൂരീകരിക്കും. നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മൾ എന്താണ് ഇങ്ങനെ ആയത്, നമ്മുടെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെ ആയി, പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് തിരിച്ചടികൾ കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ലോകം എന്താണ് ഇങ്ങനെ ആയത്, ഇതൊക്കെ ഈ ലോകമൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരുന്നിട്ടും ഭഗവാൻ എന്താ ഒന്നും ചെയ്യാത്തത്, ഇങ്ങനെ പലവിധ സംശയങ്ങൾ ഓരോ മനുഷ്യരുടെ ഉള്ളിൽ ഉരുത്തിരി. അതിൻ്റെ ഒന്നും കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടാറില്ല. പക്ഷെ അതിനുള്ള എല്ലാത്തിൻ്റെ ഉത്തരമുണ്ട്. അത് ഭക്തിയിൽ കൂടെ നിങ്ങൾക്ക് ആ ഉത്തരങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നതാണ്. ഇനി 18ാമത്തേത് ഭക്തിയിൽ കൂടി സകലവിധ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നു. നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മുടെ ഉള്ളിൽ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഭക്തിയിൽ കൂടെ അതെല്ലാം സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇതിന് സപ്പോർട്ട് തരുന്ന ഒരു ശ്ലോകം ഞാൻ ഭഗവത്ഗീതയിൽ നിന്ന് കടമെടുക്കുകയാണ്. ഭഗവത്ഗീതയുടെ 18ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം, അതായത് 702ാമത്തെ ശ്ലോകം, ഇത് നമുക്ക് ശരിവയ്ക്കുന്നുണ്ട്. എത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര സിർ വിജയോ ഭുതി ധ്രുവാനീതിർമതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനും അർജുനനും വില്ലാളി വീരനായ അർജുനനും ഒരുമിച്ച് നിന്ന് കർമ്മം ചെയ്യുന്നു, അവിടെ സമ്പത്തും ഐശ്വര്യവും ജയവും നീതിയും ന്യായവും സുനിശ്ചിതമെന്ന് ഭഗവാൻ ഗ്യാരണ്ടി തരുന്നു. അതേ ഗ്യാരണ്ടി എൻ്റെ ലൈഫിലും ഉണ്ടായതുകൊണ്ട് ഞാനും നിങ്ങൾക്ക് വാക്ക് തരുന്നു. എവിടെ നമ്മളും നമ്മുടെ ഉള്ളിലെ ഭഗവാനും
നമ്മുടെ കർമ്മവും ഒരുമിച്ച് നിൽക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഭഗവാന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ഈ ലോകത്ത് നേടാത്തതായ യാതൊരു കാര്യവുമില്ല. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. നമ്മുടെ ഉള്ളിലെ ഭഗവാന്റെ സപ്പോർട്ടും എടുത്തുകൊണ്ട് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ സകലതും നേടിയെടുക്കാം. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചത് ഈശൻ. അതുപോലെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത് മാത, ജയ് വിശ്വമാത, ജയ് വിശ്വഗുരു ശ്രീഹരി വിഷ്ണു.